എൻ്റെ പേര് ഷർഫുന്നീസ. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്നുള്ള പ്രദേശത്താണ്. ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞറിഞ്ഞാണ്. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളെ പോലെ തന്നെ നമ്മളുടെ ജീവിതക്രമത്തിലുണ്ടായ ഒരു ചിട്ടയില്ലായ്മ കൊണ്ട് വീടുകളിലെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ സ്ത്രീകളുടെ ചുമലിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ നമ്മളൊട്ടും ബോധരല്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ ലിവറിൻ്റെ ഒരു സർജറി കഴിഞ്ഞ ആളാണ്. പിന്നെ ബോഡി പെയിൻ, എല്ലാവരും പോലെ തന്നെ ബോഡി പെയിൻ. ഈ ഒരു പ്രയാസങ്ങൾ എൻ്റെ ഒരു ഫുഡ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വെയിറ്റൊക്കെ ക്രമീകരിച്ച് അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്നുള്ളൊരു ഉദ്ദേശത്താണ് ഞാൻ ഈ സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ ക്ലാസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഇവർ പറയുന്ന ഒരു ഫുഡ് സ്റ്റൈൽ നമുക്കൊരു 40 ദിവസം നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ, ഇവർ പറഞ്ഞ അതേപോലെ ഒരു 40 ദിവസം നിൽക്കുകയാണെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിച്ചാൽ നമുക്ക് മരുന്നില്ലാത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും അവർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ബ്ലഡ് ചെക്കപ്പിൽ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം കാണിക്കുന്നുണ്ട്. ഷുഗർ കാണിക്കുന്നുണ്ട്, പ്രഷർ കാണിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരും നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ വീട്ടുകാരും അതിനെക്കുറിച്ച് വറീഡായിരുന്നു. ഇങ്ങനെ ഈ മരുന്നുകളൊക്കെ നിനക്ക് നിർത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമില്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളിവിടെ വന്ന് ഫസ്റ്റ് ഡേ അവർ നമ്മളെ ഇതെല്ലാം ബോധവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നമുക്കെടുത്തു. ആ ബ്ലഡ് ടെസ്റ്റിലെല്ലാം എനിക്ക് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ മുതൽ പിറ്റേ ദിവസം മുതൽ ഇവരൊരു ചിട്ടയായ ഒരു ജീവിതക്രമമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഇവരുടെ ഫുഡ് സ്റ്റൈലായാലും നമ്മൾ നേച്ചറിനോട് എങ്ങനെ ഇണങ്ങി നിൽക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞു കാണിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ വൈറ്റമിൻസും മിനറൽസും ബാക്കി എന്തൊക്കെ വേണം നമ്മുടെ ശരീരത്തിന് അതെല്ലാം ഇവരുടെ ഫുഡ് സ്റ്റൈലിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു 10 ദിവസമായി ഞാനിവിടെ വന്നിട്ട് 10 ദിവസത്തെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ശരീരം മൊത്തം ഉണ്ടായിരുന്ന പെയിനുകൾ ഒരു 75-80% എനിക്ക് കുറഞ്ഞു എന്ന് പറയാം. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് തികച്ചും നോർമലായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണ്, മരുന്നുകളില്ലാതെ തന്നെ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു ആദ്യം ഉണ്ടാവും എന്താണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. തികച്ചും ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മളെങ്ങനെ ഫോളോ ചെയ്യണം എന്നാണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാതെ പോകുന്നത് നമുക്ക് ശുദ്ധമായ വെള്ളം, വായു, അതുപോലെ തന്നെ തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് ഇല്ലാത്ത ഏറ്റവും വലിയൊരിതാണ് എക്സസൈസ്. അതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തൂല. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെയാണ് ഏറ്റവും വറീഡാവുന്നത്. എന്നാൽ ഇവരൊക്കെ സ്നേഹിക്കാനും ഇവരുടെ ആരോഗ്യമൊക്കെ നോക്കാനും ആദ്യം നമുക്ക് ആരോഗ്യം വേണമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. 100% നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്നും കളങ്കമില്ലാത്തതാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഇനി 40 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ആവുമെന്നുള്ള തികച്ചും വിശ്വാസമായിട്ടുള്ള പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ നമുക്ക് എക്സസൈസ് ഉണ്ട്, എങ്ങനെ ശുദ്ധമായിട്ട് വെള്ളം കുടിക്കാമെന്ന് പഠിപ്പിക്കുന്നു, എങ്ങനെ നമ്മൾ വെയിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോൾ വെയിൽ കൊള്ളണം, എങ്ങനെ വെയിൽ കൊള്ളണം, ഇതൊക്കെ നമ്മുടെ ഒരു ആദിയാണ്. ഇത് പ്രകൃതിയായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇണങ്ങി ജീവിക്കേണ്ടത് അത് വളരെ ലളിതമായിട്ട് ഇവർ പഠിപ്പിച്ചു വിടുന്നുണ്ട്. അപ്പോൾ തികച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വറീഡാണെങ്കിൽ മരുന്നില്ലാത്തൊരു ജീവിതം ഉണ്ടാവുന്നതിനെ ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു സ്ഥാപനത്തെ നിങ്ങൾ സമീപിക്കുക.